നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത് കേട്ടോ. ഗേറ്റ് അടച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ വഴി അകത്തോട്ട് പോകണം. വെള്ളത്തിന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല ഈ ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്നതും അത് ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നും ഞാൻ അറിഞ്ഞതുമല്ല കേട്ടോ. ചോദിച്ചത് കാര്യമായി. ചോദിച്ചില്ലായിരുന്നു ഞാനപ്പോൾ ഇവിടുന്ന് പോയി മറ്റേ അയന്തനരുവി പോയേനെ. കണ്ടോ 2 ശവക്കല്ലറ കാണുന്നുണ്ട്. ഓ കണ്ടോ ഇവിടെ കുരിശൊക്കെ ഉണ്ട് കണ്ടോ. ഒരുപാട് നടക്കാനുണ്ട് മകനെ. ഇനി ഒരുപാട് നടക്കാനുണ്ടോ? ഇനി ഒരു 1/2 കിലോമീറ്റർ, ഇനി ഒരു 1/2 കിലോമീറ്റർ നടക്കണം. പുറക്കൊക്കെ പോയി കിട്ടും കേട്ടോ. എന്തായാലും മുഖം കഴുകണം എന്നൊക്കെ വിചാരിച്ചാ. നല്ല വെള്ളമാണെങ്കിൽ ഒന്ന് മുഖം കഴുകാം. തോർത്തൊന്നുമില്ല. അല്ലെങ്കിൽ ഞാനിങ്ങനെ പോകുന്നിടത്തൊന്നും കുളിക്കാറില്ല കേട്ടോ. അല്ല കുളിക്കാറില്ല എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെ പോകുന്ന വാട്ടർ പാർക്സ് ഒറ്റയ്ക്കൊക്കെ പോകുമ്പം കുളിക്കാറില്ല. അല്ലാതെ കൂട്ടുമായിട്ടൊക്കെ പോകുമ്പം കുളിക്കാറുണ്ട്. കാരണം നമ്മുടെ ഡ്രസ്സും നമ്മുടെ ബാഗും സേഫായിട്ടിരിക്കുമല്ലോ. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് കുളിക്കാൻ പോകുകയാണെങ്കിൽ ഇത് നമ്മൾ എവിടെയെങ്കിലും അഴിച്ചു വെച്ചിട്ട് കുളിച്ചിട്ട് വരുമ്പോഴത്തേന് തോർത്ത് കൊടുത്തോണ്ട് പിന്നെ വീട്ടിൽ പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള സ്ഥലത്ത് കുളിക്കാത്തത്. ഈ ട്രൈപോഡ് ശരിയല്ല, കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി പോന്നു. നമ്മൾ ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ നമ്മൾ കൂട്ടമായിട്ട് വരുമെന്ന് വെച്ചോ, ഫ്രണ്ട്സായിട്ട് വരുക അങ്ങനെ ആണെങ്കിൽ എല്ലാവർക്കും പല മൈൻഡായിരിക്കും. ചിലവർക്ക് പെട്ടെന്ന് പോകണം, എന്നാൽ ചിലവർക്ക് പെട്ടെന്ന് പോകണ്ട എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഒറ്റയ്ക്ക് വരുമ്പോഴോ ഒറ്റ മൈൻഡേ ഉള്ളൂ, നമ്മുടെ മൈൻഡാണ്. നമുക്ക് എങ്ങനെ വേണം ചിന്തിക്കാം. പോകണമെങ്കിൽ പോകാം, പോകണ്ടെങ്കിൽ പോകണ്ട. എനിക്ക് 2 ഇഷ്ടമാണ്. പക്ഷെ കൂട്ടമായിട്ട് വരുമ്പോൾ ഞാൻ വിചാരിക്കും ഒറ്റയ്ക്ക് വന്നാൽ മതി. ഒറ്റയ്ക്ക് വരുമ്പോൾ വിചാരിക്കും എന്നാൽ കൂട്ടമായിട്ട് വരാമെന്ന്. നല്ലൊരു ട്രൈപോഡ് മേടിക്കണം. കാരണം ഇത് ശരിയാവത്തില്ല. കയ്യിൽ നിന്ന് ഇങ്ങനെ കൈ കഴിക്കുകയും ചെയ്യുന്നു. ഈ ട്രൈപോഡ് ഇല്ലെങ്കിൽ എന്താ കാര്യം അറിയാമോ? ഞാനിപ്പോൾ ഇങ്ങനെ പോയാലും ഈ വഴി കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രൈപോഡ് കുടക്കമ്പി കൊടുത്തിട്ട് ട്രൈപോഡ് സത്യം പറഞ്ഞാൽ വളഞ്ഞ് നിൽക്കുവാണ്. ഏകദേശം ബാലൻസ് വെച്ചിട്ടാണ് പോകുന്നത്. എന്താ പറഞ്ഞാൽ ഷേക്ക് വരും കേട്ടോ. ഇവിടെ ഒരു ആർച്ച്, ഒരു പള്ളിയുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പള്ളിയാന്ന് തോന്നുന്നു. പള്ളി SCD. വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. ഇതെന്താ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാർ കുളിക്കുന്ന പയ്യന്മാരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. കിലോമീറ്റർ അല്ലല്ലോ, അതിൽ കൂടുതലുണ്ടല്ലോ. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ വാട്ടർ പാർക്സ് കാണാൻ വേണ്ടി ഞാൻ വന്നേന്നേ. ഇതല്ല. പക്ഷേ ഞാൻ ഇട്ടേക്കുന്ന ഷൂ ആണ്. ഇതിപ്പോൾ നനയുമല്ലോ. ഇപ്പോൾ വേറെ വഴി പോവാം. ഇത് 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഒന്നുമല്ല, അതിൽ കൂടുതലുണ്ട്. നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ, പക്ഷെ എത്തുന്നില്ലല്ലോ. ഇപ്പോൾ ഈ വഴി കൂടെ നടന്ന് ഞാൻ കേരളത്തിൽ ചെല്ലുമോ? കുറേ മാമനെ കണ്ടില്ലല്ലോ. എവിടെ പോയി? വരുന്നു. പ്രേതമൊന്നുമല്ല കേട്ടോ. അല്ല, ഈ അറിയാത്ത സ്ഥലത്ത് വരുമ്പോൾ പറയാനൊന്നും പറ്റത്തില്ല. പിന്നെ കാണുന്നില്ലല്ലോ. കാണുന്നില്ല. വരുന്നു മനുഷ്യനാ. അയ്യോ, നല്ല ശബ്ദം. വെള്ളത്തിന് നല്ല ശബ്ദം കേൾക്കുന്നുണ്ടോ?
നടന്ന് മനുഷ്യൻ്റെ കെട്ട് പറഞ്ഞ്. അപ്പോൾ നിങ്ങളിവിടെ വരുന്നെങ്കിൽ ഇച്ചിരി നടക്കാമല്ല. എൻ്റെ ബാക്കിൽ വരുന്ന മാമന് നല്ല പ്രായമുണ്ട്. ആ പുള്ളിക്കാനും തീം പോയിട്ടാണ് വരുന്നത്. അത് സ്റ്റാമിന വേണം, സ്റ്റാമിന. എനിക്ക് സ്റ്റാമിന പാവാന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ടല്ല, ഒരാഴ്ചയായിട്ട് പനിയല്ലായിരുന്നു. പനി കുറഞ്ഞു വരുന്നേ ഉള്ളൂ. പനി മാറിയിട്ടൊന്നുമില്ല, പനി കുറഞ്ഞു വരുന്നേ ഉള്ളൂ. ചുമ ഒട്ടും മാറിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതുകൂടെ ആയപ്പോൾ നടക്കാൻ വയ്യ. ഇത്രയും ഉണ്ടെന്ന് വിചാരിച്ചില്ല. അയ്യോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാര്യം തരുമോ, നമ്മൾ വെറുതെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റ് അല്ലേ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പം പറയുവാണെങ്കിൽ കണ്ടന്റ് അല്ലേ, കണ്ടന്റ്. ഇനി ഒരുപാട് ദൂരം ഉണ്ടോ അണ്ണ? വാട്ടർ വാട്സ് മേളിലുണ്ടെന്ന് പറഞ്ഞു. ആളുണ്ടെങ്കിൽ പോകാൻ പറ്റുമോ? അവിടെ പോകാൻ പറ്റുമോ? ആളുണ്ടോ അവിടെ? ജസ്റ്റ് കണ്ടിട്ട് വരാം. കുളിക്കാനല്ല, ജസ്റ്റ് കാണാൻ വേണ്ടി പോവാ. ഇതിൻ്റെ മുകളിലോട്ട് ഒരു 2 കിലോമീറ്ററോ 4 കിലോമീറ്ററോ കണ്ട് നടക്കുമ്പോൾ ഒരു വാട്ടർ ഫാൾസ് ഉണ്ട്. പക്ഷേ അവിടെ ഒറ്റയ്ക്കൊന്നും ആൾക്കാരെ കയറ്റി വിടില്ല. അത് കാട്ടിൻ്റെ അകത്തെങ്ങാണ്ട. അതുകൊണ്ട് ഇവിടെ ഒരു വാട്ടർ ഫാൾസ് ഉണ്ട്, അത് കാണാം. എന്തായാലും ഇവിടെ ഒരു വന്നില്ലേ, അത് കണ്ടിട്ട് തിരിച്ച് നടക്കാം. തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് നടക്കണമെന്ന് ആലോചിക്കുമ്പോൾ നടന്നേ പറ്റൂ, അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അയ്യോ. എന്തായാലും ഒരു അടിപൊളി സ്ഥലം. നമുക്ക് എന്തായാലും അതെ താപ്പോട്ട് ഇറങ്ങിപ്പോവാം. അപ്പോട്ട് ഇറങ്ങാൻ സൂക്ഷിച്ചാൽ അടിപൊളി കേട്ടോ. കാരണം ഇത്ര നടന്നു വന്ന ഈ വെള്ളച്ചാട്ടം കാണുമ്പോഴേ, പക്ഷേ മൊത്തം പ്ലാസ്റ്റിക് കിട്ടിയാ. അയ്യോ. ഇതാണ് വെള്ളച്ചാട്ടം. ഇതിൻ്റെ മേളിൽ വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ അവിടെ ആരും കയറ്റി വിടത്തില്ല, ഒറ്റയ്ക്ക് പോയാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ 4-5 കിലോമീറ്റർ ഉണ്ട്, 4 കിലോമീറ്റർ കണ്ട് നടക്കാനുണ്ടെന്ന് പറയുന്നു. പലരും പലതാ പറയുന്നത്. ഒരാൾ പറഞ്ഞ 5 കിലോമീറ്റർ ഉണ്ട്, ഒരാൾ പറയുന്ന 4 കിലോമീറ്റർ. ഇവിടെ ഒക്കെ ചാരി നിന്ന് കുളിക്കുക, സൂപ്പർ സ്ഥലം. എന്തായാലും ഇത്രയും നടന്നു വന്നില്ലേ, ഈ വെള്ളച്ചാട്ടം അടിപൊളിയാണ്. കാരണം ഇത്ര നടന്നു വന്നുകൊണ്ട് സൂപ്പറാ. നമുക്കപ്പോൾ തിരിച്ച് നടക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുഖം കഴിയണം. മുഖം കഴിയിട്ട് നമ്മളിവിടെ നിന്ന് തിരിച്ച് നടക്കുന്നതായിരിക്കും. എന്നിട്ട് അവിടെ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇതുപോലത്തെ ഗ്ലൗസ് നിങ്ങൾ ഉപയോഗിക്കണം. എന്തിനാ അറിയാവോ? ഇത് കണ്ടോ, പൊട്ടിയിരിക്കുന്നുണ്ടോ? ഇതില്ലായിരുന്നെങ്കിൽ എൻ്റെ ഇവിടെ ഇതുപോലെ പൊട്ടിയാനെ കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കണം. ആൾക്കാർ വിചാരിക്കും എനിക്ക് പ്രാന്താന്ന്. അപ്പോൾ മുഖം കഴി കുട്ടപ്പനായി. പക്ഷേ സംഭവം ലൊക്കേഷൻ കൊള്ളാം. അപ്പോൾ നിങ്ങൾ വരുന്നെങ്കിൽ ഇങ്ങോട്ട് വരിക കേട്ടോ. അങ്ങനെ കിലോമീറ്റർ നടന്ന് ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഫൈവ് ഫാൾസ് ആണ്, അഥവാ ഐന്തനരുവി വാട്ടർ ഫാൾസ്. അപ്പോൾ ഇവിടുന്ന് ചെങ്കോട്ട വഴി പോകണ്ട, ഇവിടുന്ന് വല്ലം വഴി ചെന്ന് ചെങ്കോട്ടയിൽ നിന്ന് കുറ്റാലം പോകുന്ന റോഡിൽ ചെന്ന് കയറും. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പം 4 റോഡ് ജംഗ്ഷനുണ്ട്. അവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഫൈവ് ഫാൾസിലേക്കാണ്. അവിടെ ചെന്നിട്ട് പിന്നെ കുറ്റാലം, ഓൾഡ് കുറ്റാലം വഴി നമ്മൾ തെങ്കാശിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫൈവ് ഫാൾസ് അഥവാ ഐന്തനരുവി. നിങ്ങൾ കുറ്റാലത്ത് പോകുന്നുണ്ടെങ്കിൽ ഇവിടെയും പറഞ്ഞു കേട്ടോ. ഇവിടെ അടിപൊളിയാണ്. കാരണം കുറ്റാലത്ത് പോലെ വലിയ ഹൈറ്റിലല്ല ഇവിടെ വെള്ളം വീഴുന്നത്, 5 ഇതളായിട്ടാണ് വെള്ളം വീഴുന്നത്. കാണാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ സൗണ്ട് അഡീഷണൽ കൊടുക്കുന്ന കാരണം ഇവിടെ നല്ല ആളും തിരക്കും ഉണ്ട്. അതുപോലെ ശബ്ദങ്ങളും ആയതുകൊണ്ടാണ് ഞാൻ അഡീഷണൽ സൗണ്ട് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ സ്ഥലം.
ഐന്തനേരി വാട്ടർഫാൾസ് അഥവാ 5 ഫാൾസ് കണ്ടിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പുതിയ കുറ്റാലത്താണ്, മെയിൻ വാട്ടർഫാൾസ്. ഇവിടെയാണ് കൂടുതലും പേര് വരുന്നത്. നല്ല തിരക്കും ഇവിടെ തന്നെയാണ്. കച്ചവടങ്ങളായാലും എല്ലാം കൊണ്ടും ഇവിടെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ നമുക്ക് കുറ്റാലത്ത് നിന്ന് പോകാം കേട്ടോ. നല്ല രീതിയിൽ വെള്ളമുണ്ട്. അത് 5 ഫാൾസിൽ ചെന്നപ്പോഴേ വെള്ളമുണ്ടെന്ന് മനസ്സിലായതാ. ഇനി നമുക്ക് ഓൾഡ് കുറ്റാലത്തിലോട്ട് പോകാം കേട്ടോ. ഇപ്പം കുറച്ച് ഞാൻ പറയുന്ന കാര്യം കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് ക്ഷേത്രം കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡാണ് ഈ കാണുന്നത്, എൻ്റെ ബാക്ക് സൈഡ് കാണുന്നത്. ഇത് ഇവിടെ എല്ലാം കടകളായിരുന്നു. കടകളെല്ലാം കത്തിപ്പോയി. കാട്ടു തീ എന്ന് പറയുന്നു. നിങ്ങൾ ന്യൂസിനകത്ത് കണ്ടാണ് കുറ്റാലത്ത് ഓവറായിട്ട് വെള്ളം വന്ന് മറിഞ്ഞു പോകുന്നത്. അത് ഈ കുറ്റാലത്തല്ല കേട്ടോ, അത് ഓൾഡ് കുറ്റാലത്താണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വെള്ളം വന്ന് പറയുന്നത്. ഈ മഴ സമയത്ത് മലവെള്ളം ഏറ്റവും കൂടുതൽ വന്ന് മറിയുന്ന വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഏതാ, ഓൾഡ് കുറ്റാലം. ഇത് പുതിയ കുറ്റാലം. ഓൾഡ് കുറ്റാലത്ത് വന്നപ്പോൾ ഇതാണ് അവസ്ഥ. അങ്ങോട്ട് ആരും കയറ്റി വിടുന്നില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഒരു അടിപൊളി സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. ഞാനൊരു പാറപ്പുറത്താണ് നിൽക്കുന്നത്. എന്നാ നോക്കിയേ, അടിപൊളിയായിട്ടുള്ള വ്യൂ കാണാൻ പറ്റുന്ന, അധികം പ്രയാസമില്ലാതെ ബൈക്കും കൊണ്ട് കയറാൻ പറ്റുന്ന ഒരു അടിപൊളി പാറ നിരന്ന് കിടക്കും കേട്ടോ. ഒരു സൈഡ് നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ഒരു സൈഡ് ഫുള്ള് തടാകം പോലെ ഇതും, മറു സൈഡ് വയൽ, അതിൻ്റെ അപ്പുറ സൈഡ് വനവും അതുപോലെ പശ്ചിമഘട്ട മലനിരകളും അതേപോലെ ഓൾഡ് കുറ്റാലത്തിൻ്റെ വെള്ളം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വിഷമിച്ച് അവിടെ കാണാൻ പറ്റിയില്ല, വിഷമിച്ച് പോകരുത്. തൊട്ടടുത്ത് തന്നെ അടിപൊളി സ്ഥലം കാണും. അപ്പോഴേ ഗൂഗിൾ മാപ്പ് നോക്കുക, സ്ഥലം നോക്കുക, പോവുക. ഇപ്പോൾ ഞാൻ അവിടുന്ന് ഈ ഒരു ലൊക്കേഷൻ നോക്കാതെ ഞാൻ പോയിരുന്നെങ്കിൽ നേരെ തെങ്കാശി പോയേനെ. അവിടെ പോയി അമ്പലത്തിനവിടെ ഇരുന്നേനെ. പക്ഷേ എന്താ അറിയത്തില്ല, ഈ സ്ഥലം എന്നെ ഉൾവിളിച്ചതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിനെ നീ ഇങ്ങോട്ട് വാടാ, നീ അടുത്തൊന്നുമില്ലടാ, നീ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞാന്നോ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇതും എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ബൈക്ക് കൊണ്ട് വരുവാണെങ്കിൽ തന്നെ ഇവിടെ കുറച്ച് അല്ലറ കുപ്പിയൊക്കെ ഇവിടെ പൊട്ടിക്കിടപ്പുണ്ട്. ബീറിൻ്റെ കുപ്പിയാണ്. കുടിക്കുന്നവർ കുടിക്കുക, ഇവിടെ ഒതുക്കി വെക്കുക, അല്ലാതെ പൊട്ടിച്ച് കളയരുത്. കാരണം ഇപ്പോൾ ഞാൻ ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് ചെരുപ്പ് വീട്ടിൽ നടക്കുവാണെങ്കിൽ എൻ്റെ കാലിൽ പൊത്തി കയറിയാണ് അല്ലേ. തോണ്ടൊരു മല കാണുന്നുണ്ടോ, അതാണ് തോരണമലൈ മുരുകക്ഷേത്രം. നല്ല ഹൈറ്റാണ്. ആ കാണുന്നതാണ് പഴയ കുറ്റാലം, ഓൾഡ് കുറ്റാലം. കണ്ട അവിടെ വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ സംഭവം അവിടെ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലൊക്കെ മഴ പെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം എന്ന് പറയുന്ന ഓൾഡ് കുറ്റാലത്ത്. അതുകൊണ്ടായിരിക്കും അടച്ചത്. ഇവിടെ കൊള്ള കണ്ടോ. അയ്യോ, ഞാനൊക്കെ ഇനി തിരിച്ചു നേരത്ത് മഴ നനയോ എന്തോ. റെയിൻകോട്ടൊന്നുമില്ല കയ്യിൽ. കണ്ടോ, അങ്ങോട്ട് പോയ ചെറിയ തടാകം പോലെയാണ്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 1:15 അപ്പോൾ നിങ്ങൾ ഈ യാത്ര ചെയ്യണം കേട്ടോ. യാത്ര ചെയ്യുമ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ടല്ലോ. ഈ സ്ഥലം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ ഈ ഒരു സ്ഥലത്ത് എത്തുമെന്ന്. പഴയ കുറ്റാലത്ത് വന്നിട്ട് നേരെ തെങ്കാശി പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ എന്തോ ഈ സ്ഥലം എന്നെ മാടി വിളിച്ചു. അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തി. നിങ്ങൾ ഈ സത്യം പറഞ്ഞാൽ ഈ ക്യാമറയിലോ അല്ലെങ്കിൽ ഈ വീഡിയോയിലോ കാണുന്ന പോലെ അല്ല കേട്ടോ. ഒരു സിനിമാ ലൊക്കേഷനോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിനോ
അങ്ങനെയൊക്കെ പറ്റിയ സ്ഥലമാണ്. ഒരു അടിപൊളി സ്ഥലം, അതേ എനിക്ക് പറയാവുള്ളൂ. ഒരു കിടില സ്ഥലം. ഓക്കെ, പക്ഷെ നശിപ്പിക്കരുത്. ഇതുപോലെ ബിയറിൻ്റെ കുപ്പിയോ കൊണ്ടുവന്ന് പൊട്ടിച്ചവിടെ ഇടരുത്. ഇപ്പോൾ ഞാനൊരു വിശ്വാസത്തിന് പുറത്ത് ഇങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു ഈ ബിയറിൻ്റെ കുപ്പിയോ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ താഴെ പുറത്തുള്ളായിരുന്നു. പക്ഷെ വണ്ടിയൊക്കെ ഇങ്ങനെ പോരും കേട്ടോ. അത് ഇവിടെ എല്ലാം ബിയറിൻ്റെ കുപ്പി കിടക്കുന്നത്. ബിയറിൻ്റെ കുപ്പി തന്നെ പിന്നെ പൊട്ടിച്ചിട്ടേക്കുക. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോഴേ എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ കുറേ പേര് കാണുന്നുണ്ട്. ഞാൻ നോക്കുമ്പോഴേ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കാണുന്നത് കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നത്. അത് ലൈക്കും കുറവാണ്, കമൻറ്റും ഇല്ല, അതൊരു സബ്സ്ക്രൈബറും ഇല്ല. അതിപ്പോൾ ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഈ വീഡിയോ എങ്കിലും കുറേ പേര് കാണും എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ ചെയ്യും. നമ്മൾ സത്യം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്കിങ്ങനെ ഓരോരോ രീതി നമുക്ക് പിന്നെ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ എവിടെ പോയാലും ഒറ്റയ്ക്കാണ് പോകുന്നത്. ചില സമയത്തൊക്കെ ആരെങ്കിലും കൂടെ കാണും. അത് 1-2 വീഡിയോ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിട്ടുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതാ നോക്കുന്നതിന് നല്ലത്. വേറൊന്നും കൊണ്ടല്ല, നമുക്കിപ്പോൾ ഞാൻ ഇവിടെ നിന്നില്ല, എനിക്ക് വേണമെങ്കിൽ ഇവിടെ കുറേ നേരം നിൽക്കാം, എത്ര മണിക്കൂർ നിൽക്കാം, വേണമെങ്കിൽ രാത്രി വരെ ഇവിടെ നിൽക്കാം. രാത്രി വരെ നിൽക്കാം, പക്ഷേ അറിയാമോ ഈ രാത്രി എങ്ങനെയാണ്. കാരണം അവിടെ ഒരു കാടാണ്. കാരണം പലരും പറയുന്നുണ്ട് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാടാ നിൻ്റെ ഏതാ ചാനലിൻ്റെ പേര്, യാത്ര ചെയ്യാം. ചെയ്യത്തില്ല എന്ന് പറയുമെങ്കിലും ചെയ്യൂല, വെറുതെ. അത് കൊള്ളൂലായിരുന്നു, ഇതില്ലായിരുന്നു, അതില്ലായിരുന്നു. എല്ലാവർക്കും പറയാം എന്നുവെച്ചാൽ പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്നുവെച്ചാൽ ഇപ്പോൾ സ്റ്റേജിൽ കയറി ഒരാൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ നിൽക്കുന്നവർക്കെല്ലാം കൂവാൻ പറ്റും. പക്ഷെ വെളിയിൽ നിൽക്കുന്ന ഒരുത്തനെ ഇവിടെ സ്റ്റേജിൽ കൊണ്ട് പാടാൻ പറഞ്ഞാൽ പാടത്തില്ല. കാരണം എന്താ, അവനറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്. അതുപോലെയുള്ളൂ എല്ലാത്തിനും. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെതായ ഒരു കഷ്ടപ്പാടാണ്. നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മൾ മാക്സിമം പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ പേര് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, യാത്രയോ ഒരു പുച്ഛഭാവത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് പറയാൻ കാരണം ഇപ്പം ഇവിടെ ആരും ഇല്ല. അതുമാത്രമല്ല നല്ലൊരു സൈറ്റ്, നല്ല ഞാനും പ്രകൃതിയും നിങ്ങളും ആയിട്ട് പങ്കുവെക്കുകയാണ് എൻ്റെ വിഷമങ്ങൾ. അതുകൊണ്ട് പറഞ്ഞ അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് തെങ്കാശി ശിവൻ കോവിലിന് മുമ്പിലാണ്. ഈ ഗോപുരം ഞാനേ ഒരു 2 മാസം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഈ ഗോപുരത്തിൽ പണിയെടുക്കുന്നുള്ളായിരുന്നു കേട്ടോ. പെയിൻറ്റിങ് പണി നടക്കുന്നുള്ളായിരുന്നു. ഇപ്പോൾ അടിപൊളിയായിട്ടോ, ഓരോ ശില്പത്തിനും അതിൻ്റേതായ നിറം കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ധൈര്യക്കുറവെന്ന് പറഞ്ഞാൽ ചുറ്റും ആൾക്കാരാണ്. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറയും പിടിച്ചോണ്ട് ഇങ്ങനെ ഫോണും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ധൈര്യക്കുറവുണ്ട്. മഴ പെയ്യാൻ തുടങ്ങി. ഞാനിവിടുന്ന് പോവുകയാണ്. അപ്പം യാത്രകളൊന്നും അവസാനിക്കുന്നില്ല. അടുത്ത യാത്ര നമുക്ക് കാണാം. ബൈ.